കാരണം ആ സ്പോർട്സ് മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊരു പക്കാ 400cc പെർഫോമൻസ് ആണ്. ഒരു ഡ്യൂക്കിന് സമമായിട്ടൊക്കെയുള്ള പെർഫോമൻസ് വരും. ഹാൻഡിലിൻ്റെ റൈഡ് ഹൈറ്റ് നമുക്കൊരു 5mm താഴോട്ടോ മേലോട്ടോ വെക്കാം. ഫുൾ അവർ റീവർക്ക് ചെയ്യും. അതിനുള്ള റിസോഴ്സ് ബജാജിൻ്റെ ഉണ്ട്, അതിനുള്ള പൈസ ബജാജിൻ്റെ ഉണ്ട്, ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ NS 400Z. അതെ, NS 400 ഫസ്റ്റ് ഈ സി എന്നുള്ള സാധനം അതാണ് ആദ്യം എനിക്കറിയേണ്ടത്. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഓരോ മോഡൽ നെയിംസ് ഇപ്പോൾ RS എന്നൊക്കെ കൊടുത്തേക്കുന്നോട്ട് NSൻ്റെ തന്നെ Z മോഡൽ ഒരു ടൈപ്പ് സാധനം ഇറങ്ങി. ഇനിയും ഇതുപോലെ പല ബാഡ്ജിങ്ങിൽ NS തന്നെ 400 തന്നെ വേറെ ഐറ്റംസ് പ്ലാനിങ് മേബി. അത് ആൽഫബറ്റ്സ് 26 വേറെ മോഡൽ ഏത് വേണം ഇടാമല്ലോ. അപ്പോൾ അതാണ് സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് മോർ വേരിയൻസ് വരും. ഭാവി മോർ വേരിയൻസ് പ്രതീക്ഷിക്കുക. അത് രാജീവ് ബജാജ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് Z എന്ന് പറയുന്ന സാധനം. പിന്നെ 400 അത് ബേസിക് 400. അതിനെ പറ്റി നമുക്ക് ലാസ്റ്റിലോട്ട് വരാം. എഞ്ചിനെ പറ്റി വേറൊരു പിന്നെ പ്രോബ്ലം ആയിട്ട് കണ്ടേക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇതാ നമ്മുടെ ഡിസൈൻ. ഡിസൈൻ എന്ന് പറയുമ്പം ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. എനിക്ക് നോർമൽ NS 200 ഇപ്പൊ ഇറങ്ങിയത് അതിന്റെ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ എന്നിന്റെ ഡിസൈൻ ഇല്ല, ആ പ്രൊജക്ടറൊക്കെ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോ മീഡിയാസിൽ, അതായത് നമുക്ക് വണ്ടി റിലീസ് ആകുന്നതിന് മുന്നേ തന്നെ, ലോഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ കുറെ ഫോട്ടോസ് കുറെ ആൾക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്, അതായത് ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ വന്നിരുന്നെങ്കിൽ ശരിക്കും എത്രത്തോളം ഫങ്ഷണലിയും ലോജിക്കലിയും വർക്കൗട്ട് പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഡിസൈനിൽ ഇപ്പോൾ സംഭവിച്ചൊരു സാധനം, അതായത് എല്ലാവരും ഇപ്പോൾ ഒരു അറ്റത്തൂന്ന് ബജാജിനെ തെറി വിളിക്കുന്ന ഈ ഡിസൈൻ വെച്ചിട്ടാണ്. അതിൽ സംഭവിച്ചതേ ഉള്ളൂ. ഈ സാധനം ഓൾറെഡി 200 മോഡൽ ഇറങ്ങി, അതായത് സ്മോളർ വേരിയൻസ് ഈ സെയിം ഡിസൈനിൽ ഇറങ്ങി. 200 മാത്രമല്ല 160 ഉണ്ട്. അപ്പോൾ സ്മോളർ വേരിയൻസിൽ ഇറങ്ങിയിട്ട് 400 ഇത്ര വലിയൊരു ബിഗസ്റ്റ് പൾസർ എവർ, ദ ഫ്ലാഗ്ഷിപ്പ് പൾസർ എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം കൊണ്ടുവന്നപ്പം ഇതിന് മുന്നേ തന്നെ ഒരുപാട് പേര് കൺസെപ്റ്റ് ഡിസൈൻസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും നെറ്റിലെല്ലാം ബിഗസ്റ്റ്, അതായത് അവരിപ്പോൾ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുന്നവരുടെ പരിപാടി ഇത്രയുള്ളൂ. അവർ പല മോഡൽസിനകത്തുനിന്ന് ടാങ്ക് എടുത്തു, ബ്രേക്ക് എടുത്തു, സസ്പെൻഷൻ എടുത്തു, വീൽസ് എടുത്തു, എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരു ഭയങ്കര എപ്പിക് ലുക്കിംഗ് ആയിട്ടുള്ളൊരു സാധനം ഇറക്കും. അതുപോലൊരു സാധനം ഒരു കമ്പനി ഇറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവരുമ്പോൾ അവർ പിൻ ടു പിൻ എല്ലാം പുതിയ കമ്പോണൻസ് ഇറക്കണം. അത് ഒരിക്കലും ഇറക്കാൻ പറ്റത്തില്ലെന്നല്ല, ഇറക്കാൻ പറ്റും. ബജാജ് ഇപ്പോൾ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രഷ് ബൈക്ക് മതി, ഒരു പുതിയ ഈ പറഞ്ഞ പോലെ എല്ലാ ക്രൈറ്റീരിയയും പറ്റും, ബിഗസ്റ്റ് പൾസർ ഫുൾ അവർ റീവർക്ക് ചെയ്യും. അതിനുള്ള റിസോഴ്സ് ബജാജിൻ്റെ ഉണ്ട്, അതിനുള്ള പൈസ ബജാജിൻ്റെ ഉണ്ട്, ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അഫോർഡബിൾ റേറ്റ്. എന്നും പൾസേഴ്സ് എന്ന് പറഞ്ഞ ആ ഒറ്റ ഇതാണ്. അതായത് പെർഫോമൻസ് ബൈക്സ് ഓൾറെഡി മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പൾസറിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ആളുകൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ അഫോർഡബിലിറ്റി, മണി ടു പെർഫോമൻസ്, മണി ടു ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. ആ ഒരു സംഭവം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾറെഡി ഉള്ള NSൻ്റെ ഡിസൈൻ തന്നെ അവർ ചെറിയ മിനുക്ക് പണികൾ നടത്തിയിട്ട് ഫങ്ഷണലി ആ ഡിസൈൻ ഓക്കെയാണ്. അത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു വിഷയമില്ല ഡിസൈൻ എന്നുള്ളത്. ആ എഞ്ചിൻ വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ഒരു വിഷയമില്ല എന്നുള്ളത് ഓടിക്കാൻ മനസ്സിലാവും. പക്ഷേ ഇത്രയും എക്സ്പെക്ടേഷൻ ആൾക്കാർ അകത്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം നമ്മളാണ് തന്നെ ആദ്യം അത് ചെന്നപ്പം മോനെ പുതിയ പൾസർ ഓളി 500 എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് എനിക്ക് വന്ന് ആ ചെന്ന അന്ന് തലേദിവസം, അതായത് ലോഞ്ചിൻ്റെ തലേദിവസമാണ് ആ ഒരു ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഈ ലീക്ക് ഇമേജ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ബി റോൾ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ആരോ ലീക്ക് ചെയ്തതാണ്. അത് കണ്ടാൽ തന്നെ നമ്മളെ അയ്യേ ഇങ്ങനെ ആയത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് നമ്മൾ ആ ലോഞ്ചിന് പോയതും ആ ഹോളിൽ ഇരുന്നതും. പക്ഷെ നേരിട്ട് അടുത്തൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ്. നമ്മൾ ഓൾറെഡി അത് നേരത്തെ അറിഞ്ഞ. പക്ഷെ ആ പ്രൈസ് രാജീവ് ബജാജ് അല്ലെങ്കിൽ ആ പ്രൈസ് അവർ ലോഞ്ച് ചെയ്തപ്പോഴാണ് നമ്മൾ മോനെ ഇത് പൊളിയാണല്ലോ ഈ സംഭവം വരുന്നത്. അല്ല അവരിപ്പം ഈ നോർമൽ 400cc പ്രൈസ് ഇടാൻ ഈ സാധനം പറഞ്ഞു നമ്മളും നല്ല തന്തയോട് വിളിച്ചതിനെ പറ്റാറുണ്ട്. കാരണം അത് ഒരിക്കലും മാച്ചപ്പാകത്തില്ല. പക്ഷേ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആ ഡിസൈനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നീട് ഡിസൈനിൽ അവർ വേറെ പണിയാൻ ഞാൻ ഒരു കാരണം ഒന്ന് ഈ പ്രൈസ് പിടിച്ച് നിർത്തണം. അതായത് പുതിയ 6 പോവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ്. അതായത് ബജാജിന് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് കാര്യമായിരുന്നു. ഓൾറെഡി ഈ 400cc എഞ്ചിൻ അവരുടെ ഡൊമിനറിലുണ്ട്. ഡൊമിനറിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അതിന്റെ വെയിറ്റ് ആണ്. സോ ഒരിക്കലും വെയിറ്റ് കൂടാൻ പാടില്ല എന്നുള്ളൊരു ഇത് അവർക്കുണ്ടായിരുന്നു. ഡൊമിനറിനെക്കാളും 19 കിലോ കുറവാണ് ഡൊമിനറിനേക്കാളും. സോ അതൊന്നും ഞാൻ ഒരു മോട്ടോർ സൈക്കിൾ, അത് സിംഗിൾ സിലിണ്ടർ സ്മോൾ കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിനെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ചേഞ്ചാണ്. 5 കിലോ 6 കിലോ കുറയുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടോർ സൈക്കിളിനകത്തുള്ള ഹാൻഡ്ലിങ്ങിലും പെർഫോമൻസിലും വ്യത്യാസം പറയും. അപ്പോൾ 19 കിലോ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ കുറയാന്ന് പറഞ്ഞാൽ അത് നല്ല ഡിഫറൻസ് വരും. അപ്പോൾ ആ ഒരു ആസ്പെക്ട് നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ NS ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. മിക്സഡ് ഒപ്പീനിയൻസ് വരും എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബജാജിനാണ്. അതുകൊണ്ട് തന്നെ അതിലോട്ട് എടുത്തു വെച്ചു. പക്ഷേ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ എഞ്ചിൻ എടുത്ത് വെക്കല്ലേ. അത് ഡിസൈൻ സ്ട്രക്ചർ പൾസറിൻ്റെ NSൻ്റെ ആണ്. പക്ഷേ ഡൊമിനറിൻ്റെ ഷാസിയാണ്, ഡൊമിനറിൻ്റെ എഞ്ചിനാണ്.
ആ ഷാസിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ സ്വിംഗ് ആമിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റിയറിംഗ് ആംഗിൾ ഒരു വലിയ ആ ഡിസൈനകത്ത് തെറി വിളിക്കുന്ന പറഞ്ഞാണ് അലുമിനിയം കൊടുക്കാന്ന്. പക്ഷെ അലുമിനിയം എക്സ്പെൻസീവ് ആണ് ആ സാധനം. പിന്നെ ഡോമിനറിൽ ഇരിക്കുന്നത് നേരിട്ട് എടുത്ത് NSC വെക്കാൻ പറ്റത്തില്ല. സോ അവർ പുതിയൊരു സ്വിംഗ് ആം ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യണം. അതിനുള്ള ചെലവെന്ന് പറഞ്ഞാൽ അതെന്തായാലും വണ്ടിയുടെ കോസ്റ്റിൽ ആഡാകും. അതും അവിടെ തീർന്ന് വെട്ടിക്കളഞ്ഞവർ കോസ്റ്റ് കട്ടിങ്ങിൽ വെട്ടിക്കളഞ്ഞു. പിന്നെ അവർ ചെയ്തത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പൾസേഴ്സിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് എടുത്ത്, അതായത് ഹെഡ് ലാമ്പ്, പ്രൊജക്ടർ ലൈറ്റ്, N സീരീസിലുണ്ട്, N സീരീസിന്റെ ബ്രേക്ക്, ബെസ്റ്റ് പ്രൊഡക്ട്സിനകത്തുനിന്നുള്ള ബെസ്റ്റ് സാധനങ്ങൾ എടുത്തിട്ട് അതാണ് സിംപ്ലി അതാണ് NS 400Z എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് കൺസിഡർ ചെയ്തു, പ്രൈസ് കൺസിഡർ ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ഡെവലപ്മെന്റിൽ അവർ മുൻനിർത്തിയ കാര്യം. അത് നമ്മൾ മീഡിയാസ് ചോദിക്കുമ്പോഴും അവർക്ക് വേറെ ഒരു ഫസ്റ്റ് എടുത്തതായി പറയുന്നത് പ്രൈസ് കട്ട്, വെയിറ്റ് ലോസ്, പ്രൈസ് കട്ട്. നമ്മളവിടെ പ്രസ് അവിടെ അവരോട് വേറൊന്നും നെഗറ്റീവ് പറയാനും പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ല. ഈ പ്രൈസ് എന്ത് കുറ്റം പറയാം? നിനക്ക് 40 PS പവർ, അത്രയും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഉണ്ട്, പിന്നെ നീ എന്ത് കുറ്റം പറയുന്നതിനകത്ത്? ഓക്കെ, പ്രൈസ് ഓക്കെ, ശരി, ആയിക്കോട്ടെ. പിന്നെ ടേപ്പേർഡ് ഹാൻഡിൽ ബാർ കൊടുത്തത്, അതും വെയിറ്റിലാണ്. അതായത് 200-നകത്ത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. ഇതിൽ വരുമ്പോഴത്തേക്ക് ടേപ്പേർഡ് ആണ്. ടേപ്പേർഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ഓൺ 3 പീസ് ക്ലിപ്പ് ഓൺ വരുന്നതിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും ഒരു സിംഗിൾ പീസ് വരുന്നതിൽ. കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ കുറഞ്ഞു. അതുപോലെ തന്നെ അത് പക്ഷേ ഇതിനു വേണ്ടി മാത്രം ഒരു ഡിസൈൻ ചെയ്ത സാധനമാണ്. അത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പൾസേഴ്സിനകത്ത് നമുക്ക് ആ ഹാൻഡിൽ ബാർ കിട്ടില്ല. ആ ടൈപ്പ് ഹാൻഡിൽ ബാർ കാണാം N സീരീസിനകത്ത്. പക്ഷേ N സീരീസിനകത്ത് ഒന്നിനകത്തുള്ള ഹാൻഡിൽ ബാർ അല്ല എടുത്തു വെച്ചേക്കുന്നത്. അത് NSന് വേണ്ടി തന്നെ അവർ ബിൽഡ് ചെയ്തതാണ്. അത് അടിപൊളിയാണ്. അത് ക്ലിപ്പ് ഓണിന്ന് ഇതിലോട്ടായെന്ന് ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് നമുക്ക് തോന്നിക്കത്തില്ല. ബെറ്റർ ആയതാണെന്ന് മാത്രമേ തോന്നിക്കത്തുള്ളൂ. ഈവൻ ഇപ്പോൾ സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ബെറ്ററി ബാർ ടൈപ്പ് തന്നെ കുറച്ചുകൂടെ ഫീഡ്ബാക്ക് കിട്ടുന്ന അതിൽ നിന്ന്. അപ്പം അത് അതിനകത്ത് ഓൾറെഡി കൊടുത്തു. പിന്നെ വേറൊരു കമന്റിനകത്ത് ഒത്തിരി വന്നിട്ടുണ്ട്, ഇവന്മാര് ഫ്യൂൽ കപ്പാസിറ്റി കൂട്ടിയില്ല. അയ്യോ, അതും അവിടെ ചോദിച്ചത്, അതും ബ്രീഫിങ്ങിൽ ഞങ്ങള് ചോദിച്ചൊരു കാര്യമാണ്. ടാങ്ക് എന്തുകൊണ്ട് വലുതാക്കിയില്ല? കാരണം നമ്മൾ എഞ്ചിൻ കപ്പാസിറ്റി കൂടി, സോ ഒബ്വിയസ്ലി മൈലേജ് കുറയും, ടാങ്ക് റേഞ്ച് കുറയും. അവിടെ അവർ പറഞ്ഞത്രേ ഉള്ളൂ, ഓൾറെഡി ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതിനകത്തോട്ട് പെട്ടെന്ന് ഇപ്പം എന്നാ ഒരു 15-ന്റെ ടാങ്ക് വെച്ചേക്കാൻ, അതങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. ആ 15 ടാങ്ക് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന എയർ ബോക്സ് കൺസിഡർ ചെയ്യണം, അതിന്റെ സൈസ് കൺസിഡർ ചെയ്യണം. പിന്നെ അതിൽ എഞ്ചിനീയറിംഗ് അവിടെ പിന്നെ ആപ്ലിക്കബിൾ ആണ്, അത് R&D ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല. സോ ഓൾറെഡി ഉള്ള അതേ സെറ്റപ്പ് അങ്ങനെ തന്നെ വെച്ചേക്കും. അതുമല്ല, പിന്നെ അവർ പറയുന്നതാണ് ഇത് കൂടുതലും സിറ്റി ബേസ്ഡ് വണ്ടിയാണ്. അത് ടൂറിംഗ് എന്നുള്ളതിനേക്കാളും സിറ്റിക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സ്പോർട്സ്, നേക്കഡ് സ്പോർട്സ് ആണ്. സോ കൂടുതൽ അതിനകത്ത് വിഹരിക്കാൻ പോകുന്നത് സിറ്റിയിലാണ്. അതുകൊണ്ട് സിറ്റിയിൽ ഇനഫാണ്. 12 ലിറ്റർ ഉണ്ട്. മൈലേജ് 28 കമ്പനി ക്ലെയിം ചെയ്യുന്ന വരുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് 28 കൂടുതൽ കിട്ടും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വണ്ടിക്ക് വെയിറ്റ് കുറവാണ് ഡൊമിനാറിനെക്കാളും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരു ടീത്ത് കൂടുതലുണ്ട് സ്പോക്കറ്റിന്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂണിങ്ങിൽ ടോർക്ക്, ലോ ആൻഡ് ടോർക്ക് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 80% ടോർക്ക്, അതായത് 30 NM ടോർക്ക് നമുക്ക് 3500 RPM കിട്ടും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റൈഡിംഗ് മോഡ്സ് ഉണ്ട്. റൈഡിംഗ് മോഡ്സിൽ റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ലീനിയറാണ്. അതായത് ഓൾറെഡി നിനക്ക് ആ 35 NM ടോർക്ക് 40 bhp എന്നുള്ളത് ഇന്ന് കട്ടാവും വണ്ടി. എത്ര കട്ടാവും ഫിഗേഴ്സ് ഒന്നും ബജാജ് പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്കത് ഓടിക്കാൻ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നല്ലപോലെ പവറും ടോർക്കും വണ്ടി കട്ട് ചെയ്യും, ഭയങ്കര ലീനിയറാണ്. സോ മൈലേജ് വേണമെന്ന് കാണുമ്പോൾ നീ റെയിൻ മോഡിലോട്ട് ഇട്ട് മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് മൈലേജ് കിട്ടും. ഓൾറെഡി ലോ ടോർക്ക് ഉണ്ട്. സോ നീ റിങ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടിക്ക് വെയിറ്റ് കുറവാണ്. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്തായാലും മൈലേജ് ഇമ്പ്രൂവ് വരും. എന്നാൽ വലിയൊരു ഡ്രാസ്റ്റിക് ചാട്ടം വിചാരിക്കില്ല. 28-30 വണ്ടിക്ക് ഒരു 35-നടുത്തൊക്കെ എന്തായാലും 35-നടുത്ത് കിട്ടും. വണ്ടി കൈ കെട്ടട്ടെ, ഞാൻ വരുത്തി കാണിക്കാം. അതെ, നോക്കാം. അതാണ് മൈലേജിന്റെ കാര്യത്തില്. പിന്നെ എനിക്കത് തോന്നിയതെന്ന് പറഞ്ഞാൽ കൺസോള് ഓക്കെ ഇഷ് കൺസോളാണ്. എനിക്കങ്ങ് മുഹബത്തൊന്നും തോന്നിയില്ല. നൈസ് കൺസോളാണ്. അത് അവർ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ വലിയ കൺസോളാണ്, വലിയതായിട്ട് കാണാം, എല്ലാം ഉണ്ട്. സൈഡിൽ ഒരു ചെറിയ ഡിസ്പ്ലേയും കൊടുത്തു, അതിനകത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അതിനകത്ത് വരുന്ന സാധനം എല്ലാം ഉണ്ട്. ഇത് കൂടുതൽ എന്തോ വേണ്ടുന്നത് എനിക്ക്. പക്ഷേ അതിനകത്ത് അതിന്റെ കൺട്രോൾ സ്വിച്ച് ഗിയേഴ്സിനകത്ത് എനിക്ക് ചെറിയൊരു ഫ്ലിംസി ഫീൽ തോന്നി. കാരണം ചില സമയത്ത് ഞാൻ ഞെക്കും, പക്ഷെ അത് അവിടെ ആപ്ലിക്കബിൾ ആകത്തില്ല. അത് ആ ഞെക്ക് കറക്റ്റ് ആവുന്നില്ല. മനസ്സിലായി, ആ ടാക്ടൈൽ ഫീല് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അത് ഇഷ്ടമാണ്. KTM-ന്റെ പിന്നെ അത് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് തരത്തില്ലല്ലോ. അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. എല്ലാം ബജാജ് NS. സസ്പെൻഷൻ നല്ല സസ്പെൻഷൻ 43 ആണ്. അല്ലല്ല, സസ്പെൻഷൻ പുതിയ അതാണ്, മറ്റേ എൻഡ്യൂറൻസിന്റെ 43 mm സസ്പെൻഷൻ ആണ്. ബാക്കിൽ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോ ചാർജർ സ്ഥിരം സാധനം തന്നെയാണ്. അത് ഓക്കെ, ഒരു ബാലൻസ്ഡ് സാധനം. നമ്മുടെ റോഡുകൾക്ക് സെറ്റപ്പ് ആണ്.
ഓക്കെ. ട്രാക്കിൽ ഓടിച്ചപ്പോൾ കുറച്ച് ബൗൺസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ട്രാക്കിൽ പിന്നെ സസ്പെൻഷൻ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഹാൻഡിലിൻ്റെ റൈഡ് ഹൈറ്റ് നമുക്കൊരു 5 mm താഴോട്ടോ മേലോട്ടോ വെക്കാം. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ആ ഒരു 5 mm എന്ത് വലിയ ചേഞ്ച് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബജാജ് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതാ സസ്പെൻഷൻ്റെ അവിടെ ചെറിയ ഒരു 5 ഗ്രൂവ് കാണാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നൈസായിട്ട് ഒരു 5 mm താഴെയോ മേലോട്ടോ. ഓക്കെ. പിന്നെ ഇനി ആൾക്കാരുടെ സംശയം എന്തൊക്കെയായിരുന്നു? എൻജിൻ ബേസ് ആയെന്ന് പറഞ്ഞാൽ ഡോമിനറിന്റെ സെയിം എഞ്ചിനാണ് 373.2. ഒരു ടീത്ത് കൂട്ടിയത് കൊണ്ട് അത് ടോർക്ക് അറിയാനുണ്ട്. ആ ഒരു ടീത്ത് കൂടുതൽ കൊണ്ട് മാത്രമല്ല, ലോ എൻഡിലോട്ട് ഒരു ടോർക്ക് ഫ്യൂലിംഗിൽ ചേഞ്ച് വരുത്തിയത് കൊണ്ട് തന്നെ ലോ എൻഡ് ടോർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ 6th ഇട്ടിട്ടാണ് തന്നെ നമുക്ക് 60 കിലോമീറ്ററിൽ പോകാം, ഈസി ആയിട്ട് ഓടിച്ചോണ്ട് പോകാം. ഡോമിനർ അത് നടക്കത്തില്ല. പിന്നെ ഗിയറിംഗ് ഒക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും, നന്നായിട്ട് അത് ഫീൽ ചെയ്യും. വലിയ ചേഞ്ച് ഇല്ലെങ്കിൽ തന്നെ ഈ വെയിറ്റ് പോയതുകൊണ്ടും ഫ്യൂലിംഗ് ചെറിയ വ്യത്യാസം വരുത്തിയതുകൊണ്ടും ഫീൽ ചെയ്യും. പിന്നെ സിംഗിൾ സ്പാർക്കാണ്, OBD2 തൊട്ടേ ആ എഞ്ചിൻ സിംഗിൾ സ്പാർക്കാണ്. ആ ട്രിപ്പിൾ സ്പാർക്കില്ല, സിംഗിൾ സ്പാർക്കിൽ തന്നെ ഓടുന്നത് എമിഷൻസ് കൊണ്ടാണ്. അതുകൊണ്ടും വലിയ വ്യത്യാസം ഒന്നും തോന്നാനൊന്നും പോകുന്നില്ല. ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4000, 4500, 5000 RPM തരിപ്പുണ്ട്. 3500 RPM ഇല്ല, 3000 RPM എനിക്കില്ല. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ 4 തൊട്ട് 5 വരെ, 4നും 5നും ഇടയ്ക്ക് നല്ലപോലെ വിറയലുണ്ട്. വിറയൽ മീൻസ് കിരികിരിപ്പുണ്ടല്ലോ. ഫുഡ് പാക്കേലുണ്ട്, ബസ്സിനസ് ഫുഡ് പാക്കേലുണ്ട്, ടാങ്കിന്റെ സൈഡിലുണ്ട്, ഹാൻഡിൽ ബാറിലുണ്ട്. പക്ഷെ 5000 കഴിഞ്ഞ് 6, 7 ഒക്കെ 7, 8 ടച്ച് ചെയ്തെന്ന് പറഞ്ഞാലും വൈബ്രേഷൻ ഇല്ല. ഈ 4000 താഴോട്ടും വൈബ്രേഷൻ ഇല്ല. അത് സ്മൂത്ത്. അതായത് സിറ്റി പെയ്യെ ഓടിക്കുമ്പോൾ ഒരു 3500, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3500 തൊട്ട് 4000 വരെയൊക്കെ നമ്മൾ പെയ്യെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്താണ്. പക്ഷെ നമ്മൾ 4000 to 5000 റേഞ്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ക്രൂസിങ് ടൈമിലാണെന്നുണ്ടെങ്കിലും സിറ്റി ലോ സ്പീഡ്സിൽ പോകുമ്പോഴാണെങ്കിലും ആ ഒരു RPM റേഞ്ച് നിൽക്കുമ്പോഴത്തേക്ക് ഈ ബസ്സിനസ് ഫീൽ ചെയ്യും. പിന്നെ ബസ്സിനസ് വരുന്നത് അങ്ങ് ടോപ്പ് എൻഡില്ല, റെഡ് ലൈൻ ടച്ച് 9500, 10000 RPM അടുത്ത് വരെ അവിടാണ് റവ് തീരുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് പിന്നീട് ഈ പറയുന്ന സെയിം ബസ്സിനസ് പിന്നെ വരുന്നത്. അല്ലാത്ത പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദ കേസ് എനിക്ക് ഒരു റിഫൈൻഡ് എഞ്ചിനായിട്ട് തന്നെ, അതായത് ഡൊമിനറിൽ ഇരിക്കുന്നതിനേക്കാളും റിഫൈൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൾസറിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായാലും ഫ്യൂലിങ്ങിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ടൈം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിഫൈൻമെന്റ്. റൈഡ് ബൈ വയർ നൈസാ, എനിക്കത് നൈസായിട്ട് ഫീൽ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും പോലും നൈസ് അല്ലാത്ത വണ്ടികൾ വേറെ മേടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു കുറച്ച് വള്ളിയായിരിക്കുന്നു, പക്ഷേ അത്യാവശ്യം നൈസായിട്ട് കേട്ടുണ്ട്. ആ ഒരു ത്രോട്ടിൽ പ്ലേ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് കൊടുക്കുന്നത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ തവണ ഓപ്പൺ ചെയ്യുമ്പോഴും ആ സെയിം പോയിന്റിൽ തന്നെ നമുക്ക് ആ ആക്ടിവേഷൻ കിട്ടുന്നുണ്ട്. സോ ഒരു മെക്കാനിക്കൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ട്രാക്കിൽ 160-62 ഒക്കെ ഞാൻ മീറ്റർ കണ്ടായിരുന്നു. 170 ഒക്കെ ആരോ ടച്ച് ചെയ്യുന്ന കേട്ടത്. പക്ഷെ മോസ്റ്റ് ഓഫ് ആളുകളും 160-65 ആ ഒരു ടോപ്പ് എൻഡ് അടിക്കും. അങ്ങനെ ക്രൂസിംഗ് സ്പീഡ് സുഖമായിട്ട് ഒരു 120-125 ഒക്കെ ഹൈവേ കിട്ടും. നമ്മൾ തിരിച്ച് ലോണാവലേക്ക് പോയ വഴിക്ക് ഞാൻ 100, 115, 120 ക്രൂസ് ചെയ്തത്. ട്രാഫിക് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല നമുക്ക്. ബട്ട് കിട്ടിയ ഓപ്പണിലൊക്കെ ക്രൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈസി ആയിട്ട് 100 ഈ ഒരു സ്പീഡിൽ പോകും. പിന്നെ ക്രോസ് വിൻഡ് എഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അൺസ്പ്രങ് മാസ് കുറവാണ് വണ്ടിക്ക്. സോ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് തോന്നും. അതല്ല, റോഡിന്റെ അണ്ടുലേഷൻസ് അബ്സോർബ് ചെയ്യും. ബട്ട് ആ ഒരു സ്പീഡ്സിലൊക്കെ വലിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് വലിയൊരു വളവ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂടാണ് ഈ ഒരു തട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് അൺസെറ്റിലാവും. ബട്ട് ഒരുമാതിരി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സീനില്ല. അത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഹൈവേ ക്രൂസിംഗ് നൈസാണ്, രസമാണ്. പേടിക്കാതിരിക്കാനാണെങ്കിൽ ബ്രേക്കിംഗ് ഓക്കെ, ABSന്റെ സേഫ്റ്റി ഉണ്ട്. പിന്നെ ഈ ഗ്രമിക്കയുടെ ബൈറ്റ് അത് ഓക്കെയാണ്. നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിർത്താൻ പറ്റും. 400 cc ആണ്, ഇത്രയും പവർ നമ്മളെ സ്പീഡ് പെട്ടെന്ന് എടുക്കും. സ്പീഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. 0 to 60 2.8 കയറും, 0 to 100 ഓൾമോസ്റ്റ് 7 സെക്കൻഡിനുള്ളിൽ കയറും, 6 point something കയറും. ഭയങ്കര ക്വിക്കാണ് വണ്ടി. സ്പീഡും മെയിൻറ്റെയിൻ ചെയ്യും, സ്പീഡ് ക്യാരി ചെയ്യും. അതിൽ നിന്നൊക്കെ നിർത്താൻ പറ്റും സുഖമായിട്ട്. അപ്ഡേഷൻ അത് ഒരു റേഡിയൽ കാലിപ്പർ കൊടുക്കായിരുന്നു. ബട്ട് അവിടെയും കോസ്റ്റ് കട്ടിങ് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉള്ളത് ഞാൻ മര്യാദ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ, ഈവൻ ബെറ്റർ ആയേനെ, അത്രേ ഉള്ളൂ. പിന്നീട് എൻജിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഹൈവേ തന്നെ ആണെങ്കിലും ക്രൂസ് ചെയ്യാനായിട്ട്, ക്രൂസിങ് മാത്രമല്ല സഡൻ ഓവർടേക്സ്
വലിയ ഗിയർ ഷിഫ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് തോന്നിയ 5th 6th തന്നെ പരിപാടിയെല്ലാം നടക്കും. 6th തന്നെ ആണെങ്കിൽ എനിക്ക് 100 പോകുന്ന സമയത്ത് ഒന്ന് കുറച്ചുകൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ ഓൾട്ടോ പോലത്തെ കാറുകൾ അല്ലെങ്കിൽ സ്റ്റഡി സ്പീഡിൽ പോകുന്ന കാറിനെയൊക്കെ സുഖമായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യും. ഇനഫ് ടോർക്ക് കൊണ്ട് വണ്ടിക്കാത്ത അവിടെ. പിന്നെ നല്ല ടോർക്കി ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ഇപ്പം ഈ NS ഓടിച്ചിട്ട് ഈ 400 NS ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് രാത്രിയും പകലും തമ്മിലുള്ള ഡിഫറൻസ് വണ്ടി തെറിച്ച് നിൽക്കും, ചാടി നിൽക്കും. വെയിറ്റും ഇല്ല. സ്പോർട്സ് മോഡിലോട്ടാണ് ചാടി നിൽക്കും സിറ്റിയിലൊക്കെ. സിറ്റി സത്യം പറഞ്ഞാൽ സ്പോർട്സ് മോഡ് നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നും. കാരണം ഭയങ്കര ഷാർപ്പാണ് വണ്ടി. ഈവൻ ത്രോട്ടിൽ ഓൺ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ചാടും, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടുത്തം പിടിക്കും. ലൈക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് കൂടുതലാണ്. അതേസമയം റോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്മൂത്ത് ഔട്ട് ആവാണ്. നിന്റെ ഓപ്പണിങ് അതിനനുസരിച്ച് ലീനിയർ ആയിട്ടേ കയറുള്ളൂ, ക്ലോസിങ്ങിന് അതിനനുസരിച്ച് ലീനിയർ ആയിട്ടേ വണ്ടി എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്യത്തുള്ളൂ. റെയിനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ സ്മൂത്ത്, നീ തിരിച്ച് പിടിക്കണം വണ്ടി നീങ്ങണമല്ലോ, അതുപോലെ അവരത് ലീനിയർ ആക്കിയിട്ടാണ്. സോ അത് ഒരു ബിഗിനറിനും വേണേ വാങ്ങിക്കാം. കാരണം എന്തായാലും ബജാജ് അറിയാം ഈ ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബിഗിനർ എടുത്തിരിക്കും. അവനൊന്നും നോക്കത്തില്ല. അവൻ NS 197 NS ഓൺ റോഡ് കിട്ടുന്നു, 185 ഇത് എക്സ്ഷോറൂം കിട്ടുന്നു ഇൻട്രൊഡക്ടറി. ഉറപ്പായിട്ട് അവനെ ആ ബഡ്ജറ്റ് പുഷ് ചെയ്ത് പോയിട്ട് ഇത് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ബിഗിനറിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡേഞ്ചർ സാധനമാണ്. കാരണം അവൻ സ്പോർട്സ് മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പക്കാ 400cc പെർഫോമൻസ് ആണ്. ഒരു ഡ്യൂക്കിന് സമമായിട്ടൊക്കെയുള്ള പെർഫോമൻസ് വരും. അതേസമയം അതേസമയം ഇല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഡ്യൂക്കിന് സമം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡ്യൂക്കിനേക്കാളും ഒരു 6 കിലോയോളം ഇത് വെയിറ്റ് കൂടുതലുള്ളൂ. ഡ്യൂക്കിനേക്കാളും 3-4 PS പവർ ഇതിന് കുറവുള്ളൂ. ഒരു 2-3 NM ടോർക്ക് ഇതിന് കുറവുള്ളൂ. എന്തുകൊണ്ട് പെർഫോമൻസ് വന്നുകൂടാ? ആ ഒരു എക്സ്പ്ലോസീവ് ക്യാരക്ടർ അത്രയും കിട്ടിയില്ലെന്നുള്ളത്. അത് ഡ്യൂക്ക് ഇതിലും ക്യുക്കായിരിക്കും, ഭയങ്കരമായിട്ട് ഇട്ടെറിഞ്ഞു തരുമ്പോൾ. ഇത് അത്രയില്ല. ഇത് അതിനൊരു 1-1.5 സ്റ്റെപ്പ് താഴെ നിൽക്കും. എന്നാലും നിനക്ക് ആ ഒരു റേഞ്ച് കിട്ടുകയാണ്. അത് ഒബ്വിയസ്ലി ഡേഞ്ചറസ് ആണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്. അവൻ്റെ കൈ നിൽക്കത്തില്ല. അവൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുന്നേ വണ്ടി സ്പീഡ് എടുത്ത് കഴിയും. അപ്പോൾ അതുകൊണ്ട് അവർ ആ മോഡ്സ് തന്നെ നന്നായി. ഒരു മര്യാദയ്ക്കുള്ള ബിഗിനർ ആണെങ്കിൽ അവൻ ആദ്യം റൈ മോഡലൊക്കെ ഇട്ട് ഒന്ന് വണ്ടിയുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കിയിട്ട് ബാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരും ആലോചിക്കാൻ പോകുന്നില്ല. ഇത് എടുത്ത് അന്ന് തൊട്ട് സ്പോർട്സിലിട്ട് പറപ്പിക്കും. ചില കോൺട്രവേഴ്സിയാ, കുറേ പടമാവും. അതൊരു സത്യമാണത്. അത് റെസ്പോൺസിബിളി ഓടിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം യൂത്തിൻ്റെ കിട്ടി കഴിയുമ്പോൾ ഇത് ചില അത് ഈ പ്രൈസാണ് അതിനും ഒരിത്. കാരണം പണ്ട് സംഭവിച്ച കാരണം തന്നെയാണ് ഇത്. ഡ്യൂക്ക് ഇറങ്ങി 390 ഇറങ്ങി 1.8 lakhനാണെന്ന് ഇറങ്ങിയത്. അന്ന് ഈ ഡ്യൂക്കിന് കൊലയാളി എന്നുള്ള പേര് വാങ്ങിച്ചു കൊടുത്ത് ഇത് കാരണം അത്രയും അഫോർഡബിൾ റേഞ്ചിൽ ഇത്രയും പെർഫോമൻസ് കിട്ടുമ്പോൾ ആരും വേണ്ടെന്ന് പറയത്തില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ആരും അത് വേണ്ടെന്ന് പറയത്തില്ല. ഇന്ന് എനിക്ക് ഈ ഒരു പ്രൈസിൽ ബെറ്റർ പെർഫോമൻസ് കിട്ടുമ്പോൾ നീ ഒരിക്കലും നീ അത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ പിന്നെയും ചിന്തിക്കും എനിക്ക് അത്രയും വേണ്ട, എനിക്ക് അതിനേക്കാളും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പം ബ്രാൻഡ് ഇമേജ്, സർവീസിങ്, അല്ലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, റിഫൈൻമെന്റ്, ആ രീതിക്ക് ടോപ്പിക്ക്. വണ്ടിയെ നല്ലപോലെ നോക്കിയില്ലേ നല്ല 8ന്റെ പണി വരും. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ ഡൊമിനർ ഓൾറെഡി ഉള്ള, ഈ എഞ്ചിനും ഓൾറെഡി ഉള്ളതാണ്. അത് നോക്കുന്നതിനെ പറ്റിയിട്ടും അതിന്റെ പണികളെ പറ്റിയിട്ടും നമുക്കറിയാമല്ലോ. ഇതൊക്കെ തന്നെ ഇതിനകത്തും വരാൻ പോകുന്നുള്ളൂ. പ്രോപ്പർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഡൊമിനർ ലക്ഷങ്ങൾ ഓടിയ ഡൊമിനർ ഉണ്ട് ഇന്ന് ഇന്ത്യയില്. 5 വർഷം 6 വർഷത്തിനുള്ളിൽ തന്നെ 1,00,000 കിലോമീറ്റർ കംപ്ലീറ്റ് അതൊക്കെ ഓടിയിട്ടുണ്ട്. ആരെയും വഴി ഇട്ടിട്ടില്ല. കാരണം വഴിയിലിട്ട വണ്ടികളും ഉണ്ട്. പേരുണ്ട്, അതായത് അവി എന്ന് പറഞ്ഞാൽ ഈ ബജാജിന്റെ എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രൈസിന് നമുക്ക് ഒരിക്കലും ടോപ്പ് ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓവർ ദ ഇയേഴ്സ് അവർ ആ ക്വാളിറ്റിയിലോട്ട് എത്തിക്കുന്നുണ്ട്. ഓവർ ദി ഇയേഴ്സ് അന്ന് നിങ്ങൾ ഓടിച്ചു നോക്ക് പോയി. നിങ്ങൾ ഇപ്പൊ 2017 NS ഓടിക്കുന്നതും ഇപ്പോൾ ഉള്ള 24 NS കൂടെ നിങ്ങൾ ഓടിച്ചു നോക്ക്. ആ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ഫീൽ ചെയ്യും. BS3 പറ്റി BS3 പറ്റി ഞാൻ പറയും. എന്ത് BS3 അത് വണ്ടിയിൽ വന്ന ചേഞ്ചിനേക്കാളും ആളുകളുടെ ഉള്ളിലുള്ളൊരു സംഭവമാണ്. മനസ്സിലായോ? നിനക്കെടാ സെയിം പവർ സെയിം എല്ലാം സെയിം ആയിട്ട് 2 വണ്ടി തന്നിട്ട് നിന്നോട് പറയാം NSന്റെ കാര്യം ഇവിടെ നിനക്ക് ഒരു വണ്ടി, ഒരു ബ്രാൻഡ് എക്സിന്റെ ബ്രാൻഡ് Y മോഡൽ, ആ മോഡൽ വണ്ടി സെയിം പവർ സെയിം ടോർക്ക് എല്ലാം ഉണ്ട്. ഒന്ന് BS3 ഒന്ന് BS6 നിനക്ക് തരുക. നീ രണ്ടും ബാക്ക് ടു ബാക്ക് ഓടിച്ചു. എന്നിട്ട് ചോദിക്കും സൈഷ് ഏതിനായിരുന്നു പറഞ്ഞു ചോദിച്ചാൽ നീ പറയുള്ളൂ BS3 ഒരു രക്ഷയില്ല എന്നുള്ള റോക്കറ്റ് എന്ന് നീ പറയേ. കാരണം അതുപോലെ ആക്കി വെച്ചേക്കാണ്. ഒന്ന് കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല. അത് ആ ഒരു സ്പിരിറ്റ്. ഈ എക്സോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ കൂടി എന്ന് പറയുമല്ലോ. ഈ ചെറിയ വണ്ടികളിൽ ആക്റ്റീവയ്ക്ക് വരെ എക്സോസ്റ്റിനകത്തൊരു കിഴുത്ത ഇട്ട് കഴിഞ്ഞാൽ മോനെ പവർ 2 VSP അവിടെ കൂടി റൈറ്റ്. അത്
നമുക്ക് തോന്നുന്നൊരിത്, ആ സൗണ്ട് കൂടുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ വണ്ടി കൂടുതൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു എയർ ഫിൽറ്റർ മാറി കഴിയുമ്പോൾ അതിന്റെ ഇൻഡയറക്ട് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വണ്ടിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്. വെറുതെ ക്ലോസ് ലൂപ്പ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നീ എയർ ഫിൽറ്റർ മാറുന്നു കഴിഞ്ഞു വണ്ടി കൂടുതൽ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് വേറെ, അതൊക്കെ ഒത്തിരി സംസാരിക്കണം അതിനെപ്പറ്റി. സംഭവം ഇതാണ്, BS3 BS4 അങ്ങനെയൊന്നുമില്ല. ഇതിനിപ്പോൾ ഓൾറെഡി പവറുണ്ട്, വേണ്ട പവറുണ്ട്. പിന്നെ ഇപ്പോൾ സെഗ്മെന്റിലുള്ള ബാക്കി 400 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് അവേ കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം പ്രൈസ് ഇങ്ങനെ പല റേഞ്ചിൽ കിടക്കുക. ഇപ്പോൾ ട്രയംഫ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച്, TVS എടുക്കുകയാണെങ്കിൽ തന്നെ വേറൊരു പ്രൈസ് റേഞ്ച്. അതിനനുസരിച്ച് അത് മാറ്റങ്ങളും ഉണ്ട്. ഇപ്പോൾ ട്രയംഫ് ആണെങ്കിൽ നിനക്ക് ആ ട്രയംഫിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ കിട്ടും, ക്വാളിറ്റീസ് ഉണ്ട്, അത് ബജാജ് തന്നെ ഉണ്ടാക്കുന്നത്, അതെല്ലാം കിട്ടും. ഇപ്പോൾ TVSലോട്ട് വേണമെങ്കിൽ അവിടെ ഫീച്ചേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് അവിടെ തന്നെ. വണ്ടിക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഡൈനാമിക്കലി ആണെങ്കിലും ഭയങ്കര സംഭവങ്ങളുണ്ട്. കോരി ഇടുക ഫീച്ചേഴ്സ്, മമ്മട്ടിക്ക് കോരി ഇടുന്ന പോലെ. അപ്പം അതിൻ്റെയൊക്കെ പ്രൈസും അതുമല്ല. ഇതെന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ തന്നെ മോസ്റ്റ് അഫോർഡബിൾ പെർഫോമൻസ് ബൈക്ക് ആയിരിക്കും ഈ സെഗ്മെന്റിൽ. ഏറ്റവും വില കുറഞ്ഞ 400cc ഇതിലുണ്ടായിരുന്ന ഹീറോ മാവറിക്ക, അതിന് പക്ഷേ 1.99 ഉണ്ട് അതിന്റെ ഏറ്റവും ബേസ് വേരിയന്റ് എക്സ്ഷോറൂമിൽ. അതിനെ ഒരു പെർഫോമൻസ് ബൈക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. അതിനകത്ത് ഇത്രയും പവർ ഒന്നുമില്ല, ടോർക്കിന്റെ കളികളാണ്, ഈ ലേഔട്ട് എല്ലാം വ്യത്യാസമാണ്. എങ്കിലും നമുക്ക് 400 എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ്. അപ്പം നമുക്ക് ഒരു സ്ട്രെയിറ്റ് അവേ കമ്പാരിസണിൽ ഇത് പൊന്നല്ലാണ് അത് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നല്ലത് തന്നെ ഈ പ്രൈസിന്, ഇതൊക്കെ മതി, ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സാധനമാണ്. അത് ബജാജ് ഓൾവേസ് അവർ ചെയ്യുന്ന സംഭവമാണ്, അഗ്രസീവ് പ്രൈസിങ് ആയിട്ടാണ് അവർ മാർക്കറ്റ് പിടിക്കാറ്. അതാണ് ഇപ്പോഴും ചെയ്തേക്കുന്ന ഒരു സംഭവം. പിന്നെ സർവീസിൻ്റെ കാര്യമൊന്നും പേടിക്കാനില്ല, ഡോമിനറൊക്കെ ഓൾറെഡി ഉള്ള ഒരു പുതിയൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് നീ വണ്ടി എടുത്ത് നാളെ ഷോറൂമിൽ കൊണ്ട് കൊടുത്താലും അവിടുത്തെ ആൾക്കാർക്ക് ഫെമിലിയർ ആണ് സാധനം ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. അവിടെയും പ്രശ്നം വരുന്നില്ല. പാർട്സ് അവൈലബിലിറ്റിക്കും വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. ഓൾറെഡി എല്ലാം ഉള്ള സാധനങ്ങൾ തന്നെ, ഒന്നും വെളിയിൽ നിന്ന് വേറെ ഒന്നും വന്നിട്ടില്ല. അതും സെയിം സാധനങ്ങളൊക്കെ തന്നെ, സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും വരാനും ഇല്ല. ഡോമിനർ അല്ലത് NS-ലായതുകൊണ്ട് തന്നെ അവർ എഞ്ചിന്റെ ലൈക്ക് ഇപ്പം ഓയിൽ പോലെയുള്ള സാധനങ്ങളിൽ കോസ്റ്റ് കൂടിയെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളതിനകത്തെല്ലാം ബാക്കി അഫോർഡബിൾ റേഞ്ചിൽ തന്നെ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നീ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിനക്ക് വലിയ പൈസ ഇല്ല, എന്നാൽ നിനക്ക് കോളേജിൽ അത്യാവശ്യം അടിച്ചു പൊളിക്കണം, ഇയറിയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള എല്ലാത്തിനെയും നിനക്ക് തൂത്തടിക്കാം. ഇനിയിപ്പം മിക്കവാറും ഇന്റർനെറ്റിനകത്ത് കാണാൻ പോകുന്നത് ഡ്യൂക്ക് 390 വേഴ്സസ് വല്ലാണ്ട് സ്പീഡ് 400 വേഴ്സസ് NS 400C, RTR 310 വേഴ്സസ് NR 400C. കാണാൻ ഒരു രസമായിരിക്കും, പക്ഷെങ്കില് എല്ലാം എന്തോന്ന് ഇതൊക്കെ എന്തോന്ന് സഹീഷ്. ഇന്ത്യയാണ് ഇത്, ഇന്ത്യ. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല ഇങ്ങനെ ഇത് നടക്കും എന്നുള്ളത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഞാൻ പറയുന്നത്. ബിഗിനേഴ്സ് എടുക്കും അവരെന്തായാലും, ഞാൻ പറഞ്ഞാലും ഇല്ലല്ലോ എടുക്കുന്നവരൊന്ന് സൂക്ഷിക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നോട് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഓൾറെഡി 200 ഉള്ളവർക്ക് 400 നല്ലൊരു അപ്ഗ്രേഡാണ്. കാരണം വലിയ ചേഞ്ച് ഇല്ല അവർക്ക്, എന്നാൽ പവറിൽ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുകയും ചെയ്യും. ഡൈനാമിക്കലി അവർക്ക് വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്യത്തില്ല. NS ഒക്കെ പോലെ തന്നെ ഒതുക്കമുണ്ട്, ഇതുവരെ ശീലിച്ച അതേ സീറ്റിംഗ് പോസ്റ്റർ, അതേ കാര്യങ്ങൾ. പക്ഷെ അവർ ഇതുവരെ ലാഗ് ചെയ്തിരുന്ന ലോ എൻഡ് പെർഫോമൻസ്, അതായത് NS കൊണ്ട് നമ്മൾ സിറ്റിയിൽ പോകുമ്പോൾ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യണം, മിനിമം 2 ഗിയറിലും ചവിട്ടി താത്തിട്ട് വേണം കയറി വയലിലേക്കായിട്ട് ഇത് കയറി പോകണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് ഇങ്ങനെ ഒരു വണ്ടിക്ക് അപ്പുറം ഇങ്ങനെ ചാടി വീട്ടിൽ പോകുന്ന പോലെ പോകും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡാണ്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും ഇറങ്ങട്ടെ വണ്ടി, നമുക്ക് നോക്കാം, ഇറങ്ങട്ടെ. റിയൽ വേൾഡ് എന്തോരം വരുന്നത്. ബജാജ് 28 ക്ലെയിം ചെയ്യുന്നുള്ള ആർക്കറിയാൻ, കിട്ടിക്കഴിഞ്ഞാൽ ആരും മര്യാദയ്ക്ക് ഓടിക്കാൻ പോകുന്നില്ല, പറിച്ച് വെച്ച് ഓടിക്കത്തുള്ളൂ. പിന്നെ ടൂറിങ് കേപ്പബിളുമാണ് വണ്ടി. ഹൈവേ നമ്മൾ ഓടിച്ചപ്പോൾ അത് ടൂറിങ് കേപ്പബിൾ വെച്ച് വിൻഡ് വരും. ആ ഒരു ഇപ്പം തന്നെ ഓൾറെഡി NS-ന് നമുക്ക് ഇഷ്ടം പോലെ വൈസേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം ഇറങ്ങി കഴിയുമ്പോൾ ചെറിയ മൈനോട്ട് വ്യത്യാസം വരുത്തി അത് ഇതിനും ഇറങ്ങും. ഈ നമ്മുടെ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്താൽ ടയർ സൈസ് സുഖമായിട്ട് 150 ഒരു വിഷയമില്ല. ബാക്കിൽ ഫ്രണ്ട് ഓൾറെഡി 110 വരുന്നുണ്ട്. ഇതിപ്പോൾ അതും പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ബാക്ക് 140 നിർത്തിയേക്കുന്നത്. സുഖമായിട്ടൊരു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്ത പ്രാവശ്യം 150 ഇട്ട് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല വണ്ടി. ഗ്രിപ്പിംഗ് എങ്ങനെയുണ്ട്? സ്റ്റോക്ക് ടയർ നൈസാ. ട്രാക്കി വരെ നമ്മൾ ഓടിച്ചതാ. ട്രാക്കി വരെ അത്യാവശ്യം കുഴപ്പമില്ല. അവിടെ നിന്ന് ട്രാക്കി നമുക്ക് ഇങ്ങനെ ഓക്കെ ഇവിടെ വരെ പോകത്തുള്ളൂ, അങ്ങനെയില്ല. പിന്നെ പുഷ് ചെയ്യാൻ തോന്നിക്കുക ടയർ ഇട്ടിട്ട്, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. റോഡിലാണേലും ഓക്കെ പെർഫോമൻസ് ആണ്. നേരത്തെ ഇതിന് മുന്നേ വന്നിരുന്ന MRF-ന്റെ ചവർ ടയർ ഉണ്ടായിരുന്നു, അത്രയും ചവറല്ലേ ഇത് പിന്നെയും നല്ല റേഡിയൽ ടയറാണ്. എനിക്ക് തോന്നുന്നു റേറ്റിംഗ് എന്തുവാന്ന് ഞാൻ ഓർക്കുന്നില്ല. എസ് റേറ്റഡ് ടയറാണ്. കുഴപ്പമില്ല, റോഡിൽ സീനില്ല. തീർന്നു കഴിയുമ്പോൾ മാറ്റിയാൽ മതി, പിന്നെ ബെറ്റർ ആയിട്ട് പിന്നെയും വണ്ടി പെർഫോം ചെയ്യും.
ഓക്കെ. ബ്രേക്കിങ്ങിലാണേലും കോർണറിങ്ങിലാണേലും അല്ല. പിന്നെ അത് ട്രാക്കിൽ ആരും ഓടിക്കാൻ പോകുന്നില്ല, ഇതൊന്നും കൂടുതൽ റോഡിലായിരിക്കും. ട്രാക്ഷൻ കൺട്രോളിനെ പറ്റി എന്തെങ്കിലും ഉണ്ട്, നല്ല അതൊന്നും ആരും ഇനി ഓഫ് ആക്കാനൊന്നും പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വണ്ടി കിട്ടുന്നത് എങ്ങനെയാണോ അങ്ങനെ തൊട്ടായിരിക്കും ഡേ 1 തൊട്ട് ആൾക്കാർ ഓടിക്കാൻ വന്നത്. ചിലപ്പോൾ സ്പോർട്സിൽ നിന്ന് റെയിനിലോട്ടും റെയിനിൽ നിന്ന് സ്പോർട്സിലോട്ടും ഒക്കെ മാറ്റി. പിന്നെ ഈ ട്രാക്ഷൻ കൺട്രോൾ സ്പോർട്സിനകത്ത് ഇട്ടിട്ട് ഓഫ് ആക്കിയാൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടോ? സ്പോർട്സിനകത്തിട്ട് ഓഫ് ആക്കിയാൽ നമുക്ക് വലിയതായിട്ടൊന്നും അറിയത്തില്ല. കാരണം റോഡിൽ ഗ്രിപ്പ് ഉണ്ട് ഓൾറെഡി, അവിടെ ട്രാക്ഷൻ ബ്രേക്ക് ആവുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഓയിലോ ചരലൊക്കെ പെട്ടെന്ന് ചില വളവിനൊക്കെ ചരലൊക്കെ വന്ന് നടക്കും, ചിലപ്പോൾ നല്ല ഗീറി ഇറങ്ങി പോകുന്ന സമയത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മേ ബി ബാക്ക് സ്പിൻ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സേഫ്റ്റി ആസ്പെക്ട് വൈസ് നല്ലതാണ്. അത് ഓഫാക്കിയൊന്നും കൊണ്ട് വലിയ ഗുണമൊന്നും റോഡിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ABS ഓഫ് ആക്കാൻ പറ്റത്തില്ല. ABS ഓഫ് ആക്കാൻ പറ്റത്തില്ല. ABS ഒരു മോഡിലും ഓഫ് ആക്കാൻ പറ്റത്തില്ല. ബട്ട് ഓഫ് റോഡ് മോഡിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാക്ക് നമുക്ക് ലോക്ക് ചെയ്ത് സ്ലൈഡൊക്കെ അടിക്കാം. ആ ഒരു പരിപാടി നടക്കും. അതാണ്, അല്ലാണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ കൺക്ലൂഷൻ എന്തോ 1.85 ലാക്ക്. 1.85 ലാക്കിന് സ്റ്റീൽ ഡീൽ എന്ന് തന്നെ ഞാൻ പറയും. ഓടിച്ചു നോക്കുക വണ്ടി, നേരിട്ട് കാണുക. നേരിട്ട് കാണുമ്പോൾ ഈ ഒപ്പീനിയൻ പകുതി പേരുടെ ഒപ്പീനിയൻ മാറും. അതുപോലെ ബാക്കി പകുതി പേരുടെ ഇത് ഓടിച്ചുകൂടെ നോക്കുമ്പോഴത്തേക്ക് അവരും അങ്ങ് അടങ്ങും. അങ്ങനെയാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. കാരണം ആ പ്രൈസ് റേഞ്ച് അതുപോലെയാണ്. അത് കേരളത്തിൽ വരുമ്പോഴുള്ള പ്രൈസ് റേഞ്ച്, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയപ്പോൾ എത്രയായിരുന്നു, 2.335 ആ റേഞ്ച് നിൽക്കുന്നുണ്ട്. ഈവൻ ഈ പ്രൈസ് കൂടിയെന്ന് പറഞ്ഞാലും 2.5 ലക്ഷത്തിനുള്ളിൽ 2.5 ലക്ഷത്തിന്റെ ഉള്ളിൽ കിട്ടും, സാധനം കിട്ടും. അതിനാണെങ്കിലും കോമ്പറ്റീറ്റർ ആരെങ്കിലും ഉണ്ടോ? കോമ്പറ്റീറ്റർ ആ ഒരു പ്രൈസിന് ആർക്കും ഓൺ റോഡ് ഇല്ല, എല്ലാവർക്കും എക്സ്ഷോറൂം ഉണ്ട്. ഓൺ റോഡിൽ ആരും ഇല്ല ആ ഒരു പ്രൈസിൽ. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലങ്ങളിൽ ഈ ഒരു പ്രൈസിംഗ് റേഞ്ച് വെച്ച് 400cc വേറെ ആരും ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ഇവിടെ ഹോണ്ടക്കാരാണ് ഫസ്റ്റ് ടൈം മറ്റേ യൂണിക്കോൺ USD സസ്പെൻഷൻ കൊടുത്തപ്പോൾ. യൂണിക്കോൺ USD സസ്പെൻഷൻ അല്ലല്ലോ, ഹോണറ്റ് ആണോ? സോറി, ഹോണ്ട USD സസ്പെൻഷൻ കൊടുത്തപ്പോഴത്തേന് എല്ലാവരും പിന്നെ ചറപറ USD എന്ന് പറഞ്ഞ് ഇറക്കുമല്ലായിരുന്നു. എന്നും ഞാൻ പ്രൈസ് കുറച്ചില്ലല്ലോ. പ്രൈസ് കുറച്ച് അത് എത്ര ആയിട്ട് വെച്ചേക്കുന്നത് പ്രൈസ്? നീ ബജാജിന്റെ അത്ര ഒന്നും അഗ്രസീവ് പ്രൈസിങ് കൊടുക്കാറൊന്നും വേറെ ആരും ആയിട്ടില്ല. ബജാജിന് അവരുടേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അതിന്. അതുകൊണ്ട് അവര് പ്രൈസിനകത്തൊക്കെ ഇങ്ങനെ ഇട്ട് കളിക്കും. ആദ്യത്തെ അവർക്കും അറിയാം, ഇറങ്ങുന്ന ദിവസം നല്ല എന്തെങ്കിലും കേൾക്കുന്ന ബജാജിനും അറിയാം. അവരതിലൊരു വിഷയമുള്ള കാര്യമല്ല. പോകെ പോകെ എന്താകും എന്നുള്ളത്. കാരണം ഓൾറെഡി മാർക്കറ്റ് അവർ കണ്ടിട്ടുണ്ട്, എത്ര വർഷമായിട്ട് മാർക്കറ്റ് കണ്ടത്. എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെ നടക്കും. പിന്നെ വേറൊരു സംശയം എനിക്ക് തോന്നിയത്, പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഡൊമിനർ എല്ലാവർക്കും പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ NS 400 ഇറങ്ങിയോണ്ട് ഡൊമിനർ നിർത്തുമോ എന്നുള്ളതുകൊണ്ട്. അല്ല, ഡൊമിനർ ഇനി എടുക്കണോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചു നോക്കി രണ്ടുപേരും, എന്നിട്ട് എടുക്കണമെന്ന് തോന്നി എടുത്തു. അല്ലാണ്ട് ഞാൻ അതിലൊരു കമന്റ് പറയത്തില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഓടിച്ചു നോക്കുക, ഷോറൂമിൽ രണ്ടും വരും. ഡൊമിനർ 400, NS 400. ആദ്യം ഡൊമിനർ ഓടിക്കുക, എന്നിട്ട് NS ഓടിക്കുക, എന്നിട്ട് ഡൊമിനർ ഓടിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് ചെയ്യുക. അതാ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഡൊമിനറിന്റെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷനിൽ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അത് എന്തൊക്കെ ആ ലൈറ്റർ വേർഷൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഇതിന് ലൈറ്റ് ആക്കിയായിരുന്നു. അതുകൊണ്ട് എന്താണ് ബജാജ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ബജാജ് ആയതുകൊണ്ട് ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, കഴുത്തറപ്പ് പ്രതീക്ഷിക്കേണ്ട. ആരുടെയും കഴുത്തറത്ത് വാങ്ങിക്കത്തില്ല അവർ. അതായത് ഇത്രയും തന്നിട്ട് ഒത്തിരി താടാ, അത് വേറൊരു കമ്പനിയുടെ പരിപാടിയാണ്. അത് പിന്നെ നമ്മൾ പറയുമ്പോൾ ക്വാളിറ്റി അങ്ങനല്ലേ ബ്രോ, പിന്നെ റിഫൈൻമെന്റ് അങ്ങനല്ലേ ബ്രോ. നിന്റെ ആക്റ്റീവാല് ഹോമറ്റൊക്കെ എടുത്ത് നോക്കിയാൽ മതി, മീറ്ററൊക്കെ ഇങ്ങനെ ഇരിക്കും ക്വാളിറ്റി. പക്ഷെ അവർക്ക് അവരുടെ എല്ലാ കമ്പനിക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഓരോ മോട്ടോസ് ഉണ്ട്. ഇപ്പൊ ജാപ്പനീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് ക്വാളിറ്റി എന്ന് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എഞ്ചിനാണ്. അവർ എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. ആ എഞ്ചിൻ പെർഫെക്ഷൻ വരുത്തുക, എഞ്ചിൻ റിലയബിൾ ആക്കുക. ബാക്കി വണ്ടി മൊത്തം പറഞ്ഞു പോയാലും വിഷയമില്ല, എഞ്ചിൻ ഓടണം. അതാണ് അവരുടെ സാധനം. ഇപ്പം ബജാജിലോട്ട് വരുമ്പോൾ അവർക്ക് എപ്പോഴും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് പെർഫോമൻസ് ബൈക്കുകൾ ഇറക്കണം, അല്ലെങ്കിൽ എപ്പോഴും കോസ്റ്റ് ബേസ് ആയിട്ടായിരിക്കും. മിഡിൽ ക്ലാസ് അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് അറിയാം. ബജാജിന് അവരുടെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് അറിയാം ആരായിരിക്കും ഇത് എടുക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള മാർക്കറ്റ് അവർക്കറിയാം. ഇപ്പം പൾസർ എന്നുള്ള ഒരു ബ്രാൻഡ് നിൽക്കുന്ന പോലെ തന്നെ ഡൊമിനറിനും ഒരുമാതിരി ഇതായിട്ടുണ്ട്. ഡൊമിനർ എന്നുള്ളൊരു സംഭവം ഇപ്പോൾ പെട്ടെന്ന് അവർ നിർത്തത്തില്ല, എന്തായാലും അവർ ക്യാരി ഫോർവേഡ് ചെയ്യും.
പിന്നെ ഇപ്പോൾ ഉള്ള ഡൊമിനറയിൽ അവർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു പേടിയും കൂടെ ഉണ്ട്. പൽസറിനും വെയിറ്റ് കുറച്ചായിരുന്നല്ലോ, പറയാൻ പറ്റത്തില്ല. അവർ മേ ബി അതിൽ നന്നായിട്ട്, കാരണം അത് ഡൊമിനർ ആക്ച്വലി ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആണ് ബജാജിന്റെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്റ്റിൽ അതിലവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടും? എനിക്കൊരു പിടുത്തമില്ല RSന്റെ കാര്യം. ഇപ്പോൾ ഉള്ളത് നിർത്തിയോ ഉണ്ടോ അതോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ സി കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതിലും ഇങ്ങനെ ഇതുപോലൊക്കെ കിടപ്പുണ്ടാകാം. മേ ബി 400 RS. പിന്നെ അതിന് സി ഓൾറെഡി ഒരെണ്ണം ഇറങ്ങി, അത് ഇതാ. RSനകത്ത് സി ഇല്ല, ഇനി വേറെ ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കും. പക്ഷെ അതും കാത്തിരുന്ന് കാണാം എന്തായാലും. അതാണ് അതിന്റെ കാര്യം. പിന്നെ ബജാജ് ഇപ്പൊ കുറച്ച് CNG ബൈക്കിലൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ലോഞ്ച് ഉണ്ട്. നമുക്കിപ്പോൾ CNG എന്ന് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും നമ്മുടെ നാട്ടിൽ, കാരണം CNG അധികം ഇല്ല. EV ആദ്യം വന്നപ്പോഴും നമ്മൾ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ EV എല്ലായിടത്തും ആയി വരുന്നു. അതുപോലെ തന്നെ CNGയും താമസിക്കാണ്ട് നമ്മുടെ നാട്ടിലോട്ടും വരും. അപ്പം അത് പക്ഷേ ഹയർ കപ്പാസിറ്റീസ് അല്ലല്ല, ചെറിയ കമ്മ്യൂട്ടർ ബൈക്സിലാണ്. ഓൾറെഡി കമ്മ്യൂട്ടർ ബൈക്സ് എഫിഷ്യന്റ് ആണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, പോക്കറ്റ് ഫ്രണ്ട്ലി രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാവും ബജാജ് ആദ്യം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഇറങ്ങുവാണെങ്കിൽ തന്നെ ആദ്യം ബിഗ് സിറ്റീസിലായിരിക്കും അതിനെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഇങ്ങോട്ടൊക്കെ സാധ്യതയുള്ളൂ. പക്ഷെ അതൊക്കെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് വരുന്നേ ഉള്ളൂ. എന്തായാലും അത് ഇറങ്ങട്ടെ, അപ്പൊ നോക്കാം എന്താ അവർ പ്ലാൻ ചെയ്യുന്നത്. ADVയുടെ കാര്യം ഒന്നും പറഞ്ഞു കേട്ടില്ല. ഡൊമിനർ കൊണ്ടൊക്കെ ഒത്തിരി ഉണ്ട് ഇപ്പം ഇവർക്ക് വണ്ടികൾ. ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാലും അത് അതെ അത് അങ്ങനത്തെ കുറച്ച് കാറ്റഗറൈസേഷൻ അല്ല. അല്ലാണ്ട് ഒരു സെഗ്മെന്റ് ഇപ്പം ADVs അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്സ്, നേക്കർ സ്ട്രീറ്റ്സ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ടൂറിങ്ങും നേക്കർ സ്ട്രീറ്റും ആണ് കൂടുതലും, കമ്മ്യൂട്ടേഴ്സും ആണ് കൂടുതലുള്ളത്. ADV ഒക്കെ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ അടുത്ത് നിന്ന്. അത് ബജാജ് മാത്രമല്ല, TVSഉം ADV ഇറക്കേണ്ട സമയം കഴിഞ്ഞു. ഹീറോ അഫോർഡബിൾ എന്തായാലും ഇവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ ഇപ്പോഴാ ട്രെൻഡ് നിപ്പുണ്ട്. അത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്, നാട്ടുകാർക്കും നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇറക്കിയിട്ട് കാര്യമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാവരും എന്തായാലും ADVയുടെ പുറകെയാണ്. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഓഫ് റോഡിങ് റീല് കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും എക്സ്പൾസ് വേണം എന്നുള്ള ആഗ്രഹക്കാർ തന്നെയാണ്. അവർ ജന്മത്ത് സാധനം റോഡിൽ നിന്ന് വെളി ഇറക്കാൻ പോകുന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും അവർ എക്സ്പൾസ് വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ ആൾക്കാരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പം നീ ഒരു വണ്ടി കൊണ്ടുവന്ന ഈ പർപ്പസിനെ ഉപയോഗിക്കാവൂ, ഇതിന് സൊഫിസ്റ്റിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ആൾക്കാർ RS കൊണ്ട് ഓഫ് റോഡൊക്കെ കയറും, നിഞ്ചൻ കൊണ്ട് ഓഫ് റോഡ് കയറും, അല്ലെങ്കിൽ ADV ബൈക്ക് കൊണ്ടും എല്ലാം നടക്കും. അപ്പം അതൊന്നും നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ ഒരാൾ ജീവിതത്തിൽ ഒരു ബൈക്ക് ആയിരിക്കും എടുക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ ഫുള്ള് പൈസ ഇട്ടിട്ട് അവനൊരു ബൈക്കായിരിക്കും. ആ ബൈക്കിൽ ഇവനെല്ലാം കിട്ടണം. അതാണ് നമ്മുടെ മൈൻഡ് ആറ്റിറ്റ്യൂഡ്. നമുക്കെല്ലാം വേണം അതിനകത്ത്. അത് അഡ്വഞ്ചർ പർപ്പസും ചെയ്യണം, അത് ട്രാക്ക് പർപ്പസും ചെയ്യണം, അത് സ്ട്രീറ്റ് പർപ്പസും ചെയ്യണം, എല്ലാം ചെയ്യണം. സ്ക്രാംബ്ലർ ഇറക്കുന്നതായിരിക്കും നല്ലത്. അതും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അവിടെ. സ്ക്രാംബ്ലേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ല ബജാജ് അവരുടേതായിട്ടുള്ള ബ്രാൻഡിങ്ങിൽ ഇറക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അവരതിന് വേണ്ടി, കാരണം ഓൾറെഡി ട്രയംഫിൻ്റെ ഉണ്ട്, KTMന്റെ ഉണ്ട് അഡ്വഞ്ചർ, എല്ലാം ബജാജ് തന്നെ. പൈസ ആ ബ്രാൻഡ്സിൻ്റെതായിട്ടുള്ള പൈസ. പിന്നെ ആൾക്കാർക്ക് തോന്നാം ഇപ്പൊ ട്രയംഫ് എടുത്തത് കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ ബജാജിലോട്ട് വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ട്രയംഫ് ആണ്, ബജാജ് ആണ്. ബജാജ് വാഹനങ്ങളിൽ ഒരിക്കലും അവര് മറ്റേന്ന് അങ്ങനെ നേരിട്ടങ്ങ് എടുക്കാനൊന്നും പോകുന്നില്ല. അവർ ആ ടെക്നോളജീസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ലൈക്ക് എന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, ഒരുപാട് ബിൽഡ് ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പഴയതിനേക്കാളും. അതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്. അല്ലാണ്ട് ഇപ്പൊ ട്രയംഫിലെ എഞ്ചിൻ അങ്ങനെ പറിച്ചെടുത്ത് ഇതിലോട്ട്, അല്ല KTM അങ്ങനെ ആവാഹിച്ച് ഇതിലോട്ട്, അതൊന്നുമില്ല. അങ്ങനെ ഒരു ബ്രാൻഡിനും ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നു KTMന്റെ. പിന്നെ നമ്മളും വിചാരിച്ചിരുന്നത് അതാണ്. ഡൊമിനർ ഇങ്ങനെ ചാടി കളിക്കുകയായിരുന്നു. ഡൊമിനറിന്റെ എഞ്ചിൻ, KTMന്റെ എഞ്ചിൻ, ഡൊമിനറിന്റെ എഞ്ചിൻ, അറ്റ്ലീസ്റ്റ് ഡൊമിനറിന്റെ എഞ്ചിൻ തന്നെ. പക്ഷെ അതും മോശമാക്കാണ്ട് അതിന് ചേഞ്ച് ഒക്കെ ആക്കി സെറ്റപ്പ് ആക്കി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. എന്തായാലും കൊള്ളാം. ഇത് കുറച്ച് വാരും ബജാജ്, ഇതുകൊണ്ട് കുറച്ച് വാരും. അപ്പൊ നിങ്ങൾ എടുക്കോ ഇല്ലയോ എന്നുള്ളത് കമന്റ് സെക്ഷനകത്ത് പറയുക. അതുപോലെ നമ്മുടെ റിവ്യൂവിനകത്ത് പറയാൻ പറ്റാഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള പോഡ്കാസ്റ്റ്സ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
കാരണം റിവ്യൂസിലൊന്നും നിങ്ങൾക്ക് ഒരു നോർമൽ ബയർ അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആ വണ്ടിയെ പറ്റി മൊത്തത്തിലൊന്നും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്ര ഇൻഡെപ്ത് അറിയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും സമയം ഇതൊക്കെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ഓട്ടോമൊബൈലിനോട് താല്പര്യമുള്ള ആളുകളെ കാണുള്ളൂ. സോ ഈ പോഡ്കാസ്റ്റ് കണ്ടിരുന്ന ആൾക്കാരുണ്ട് 8.5 lakhs എന്നൊക്കെ പറഞ്ഞ് കമന്റ്. അത് റിവ്യൂ വീഡിയോ അത് അതാ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈ ആ പിന്നെ വെയിലത്ത് എനിക്ക് പിന്നെ അവസാനം ബോധം കെട്ടി അവിടെ കുനിഞ്ഞിരിക്കുകയായിരുന്നു വളരെ നേരം. എന്നാ പിടിഞ്ഞ വെയിലായിരുന്നു, ഉണങ്ങി കടയില്ല, വെള്ളവും വാങ്ങിക്കാനില്ല, എന്ത് ചെയ്യാനാന്ന് പറ. പക്ഷെ കൊള്ളായിരുന്നു, എക്സ്പീരിയൻസ് നൈസായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ത്രില്ലൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ മീഡിയ ഡ്രൈവ്സിൽ നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ ഉള്ള സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഒരു ഡേ നമ്മളെ വണ്ടി തന്നു പറഞ്ഞാലും ആ ടൈമിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുകയും വേണം, ഈ റിവ്യൂസും ഷൂട്ട് ചെയ്യണം. അത് ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഇഞ്ച് ടു ഇഞ്ച് കാൽക്കുലേറ്റഡ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഭയങ്കര റഷിലായിരിക്കും. സോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരും ആ വീഡിയോസിനകത്ത്. എന്തായാലും നമുക്ക് നാട്ടിൽ കിട്ടി കഴിയുമ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാമല്ലോ, ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ഇതിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിട്ടുപോയിട്ടില്ല, ഇതിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് അത് ചെയ്യാം, അതിൻ്റെ വീഡിയോസ് വരും. നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന വണ്ടികളുടെ എല്ലാം ഇതുപോലുള്ള പോഡ്കാസ്റ്റ് ഉണ്ടായിരിക്കും. അതിലിപ്പോൾ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്, നമ്മുടേതായിട്ടുള്ള ഒരു ആസ്പെക്ട്സ്. ഇതിനകത്തിപ്പം ബ്രാൻഡിങ്ങിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല. ഇത് ഞങ്ങൾ രണ്ടും തമ്മിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനത്തിൽ ചായം കുടിച്ച് സംസാരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിങ്ങളെയും കൂടെ ക്ഷണിക്കുന്ന ഒരു മൂന്നാമതായിട്ടുള്ള ഒരാളെന്നുള്ള രീതിക്കാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ഈ ക്യാമറ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചായം കുടിച്ചുകൊണ്ടിരുന്ന് കേൾക്കാം. ഞങ്ങൾക്ക് ഇതുപോലുള്ള ഇവൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ റിവ്യൂ ടൈപ്പ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പം അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. മഴ വരുന്നു.